ശബരിമലയിലെ കട്ടിളപ്പാളിയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും വരെ സ്വർണം ചുരണ്ടിയെടുത്തു എന്ന ശാസ്ത്രീയ പരിശോധന ഫലം പുറത്തു വരുമ്പോൾ കേരളക്കരയാകെ ഒന്നടങ്കം മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ്. പോറ്റയും കൂട്ടരും ചേർന്ന അയോഡൈഡ് പ്രക്രിയയിലൂടെ സ്വർണം അത്രയും അടിച്ചെടുത്തു. പകരം പേരിന് ഒരു ഗോൾഡ് കോട്ടിംഗ് നടത്തി ഭക്തജനങ്ങളെയും ഭഗവാനെയും ഒരുപോലെ പറ്റിച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കരുവന്നൂരും എക്സാലോജിക്കും തന്ന തലവേദനകളിൽ നിന്നും എങ്ങനെ തലയൂരുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ഇടുത്തി പോലെ ശബരിമലയിലെ ഈ കണ്ടെത്തൽ വരുന്നത്. ബാങ്കിൽ പാവപ്പെട്ടവൻ നിക്ഷേപിച്ച പണം കാണാതായ കരുവന്നൂർ കേസിൽ ED വലമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി നേതാക്കളും പങ്കും പണത്തിന്റെ വഴിതിരിച്ചുവിടലും ഒക്കെ പുറത്തു വരുന്നതോടെ ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ CPM-ന് വിയർക്കേണ്ടി വരും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തന്നെ കാറ്റിൽ പറത്തിയ ആ വിവാദത്തിന്റെ പുകയടങ്ങും മുൻപാണ് എക്സാലോജിക്ക് കേസ് അടുത്ത പൂട്ടുമായിട്ട് വരുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ മാസപ്പടി വിവാദത്തിൽ SFIO നടത്തുന്ന അന്വേഷണം പാർട്ടിക്കുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. നിയമ പോരാട്ടങ്ങളും ന്യായീകരണങ്ങളും ഒരു വശത്ത് നടക്കുമ്പോഴും അഴിമതിക്കെതിരെ വാതോരാതെ സംസാരിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിന് സ്വന്തം അണികളെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത വിധം എക്സാലോജിക് കേസ് ഒരു ഊരാക്കുടുക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എക്സാലോജിക്കിന്റെ മാസപ്പടിയിലും കരുവന്നൂരിന്റെ കൊള്ളയടിപ്പടിയിലും പെട്ട് ഉലഞ്ഞു നിൽക്കുന്ന ഇടതുമുന്നണിക്ക് മേളിലേക്കാണ് ഇപ്പോൾ ശബരിമലയിലെ ഈ സ്വർണ്ണപ്പടി വന്ന് വീണിരിക്കുന്നത്. PS പ്രശാന്തിന്റെ ഭരണസമിതി ചെന്നൈയിൽ കൊണ്ടുപോയ പാളികളിൽ സ്വർണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ചെറിയൊരു ആശ്വാസമുണ്ടെങ്കിലും 2019 നടന്ന ഈ കൊള്ളയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ദേവസ്വം ബോർഡിനും അതിനെ നിയന്ത്രിച്ചിരുന്ന സർക്കാരിനും അത്ര പെട്ടെന്ന് ഇനി ഒഴിഞ്ഞു മാറാനാകില്ല. ഭഗവാന്റെ വിഗ്രഹത്തിന് കാവൽ നിൽക്കുന്ന ദ്വാരപാലകരെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഈ സംഭവം തെളിയിക്കുകയാണ്. അയോഡൈഡ് പ്രക്രിയയിലൂടെ ഉപയോഗിച്ച് അതിവിദഗ്ധമായിട്ട് സ്വർണം വേർതിരിച്ചെടുക്കാൻ കാണിച്ച ആ ശാസ്ത്രീയ ബോധം പാർട്ടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച നവോത്ഥാനത്തിന്റെ ഭാഗമാണോ എന്ന് പരിഹാസത്തോടെയെങ്കിലും ജനങ്ങൾ ചോദിച്ചു പോയാൽ തെറ്റു പറയാനാകില്ല. ഫെബ്രുവരിയിൽ ഹൈക്കോടതി കർശനമായിട്ട് ഇടപെട്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉത്തരവിട്ടത് കൊണ്ട് മാത്രമാണ് ജംഷഡ്പൂരിലെ ലാബിൽ നിന്നും ഇപ്പോൾ ഈ നിർണായക വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ആരും അറിയാതെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ഒതുങ്ങിപ്പോയേനെ. ഇനിയാണെങ്കിൽ 2025 പൂശിയ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ SIT ഒരുങ്ങുകയാണ്. അവിടെയും എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ആർക്കറിയാം. ചുരുക്കത്തിൽ അഴിമതി വിരുദ്ധതയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് ഒന്നിനെ പിറകെ ഒന്നായി വരുന്ന ഈ തിരിച്ചടികൾ വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ്. കരുവന്നൂരിലെ പാവങ്ങളുടെ കണ്ണീരും എക്സാലോജിക്കിലെ കോർപ്പറേറ്റ് കളികളും പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ അയ്യപ്പന്റെ നടയിലെ സ്വർണ്ണ വേർതിരിക്കലും ചർച്ചയാകുന്നത്. ഈ പുതിയ കണ്ടെത്തൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും എന്ന കാര്യം ഉറപ്പാണ്. ദൈവമില്ല എന്ന് പറയുന്നവർ ദൈവത്തിന്റെ സ്വർണം കക്കാൻ മിടുക്കരാണ് എന്ന് വീണ്ടും തെളിയുമ്പോൾ ന്യായീകരണ തൊഴിലാളികൾക്ക് ഇനി പുതിയ വഴി കണ്ടെത്താൻ നന്നായി വിയർക്കേണ്ടി വരും.